ഈശോയുടെ പ്രത്യേക ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. അത് റൂഹാഷണ പ്രാർത്ഥന, അപ്പത്തിന്മേലും വീഞ്ഞിന്മേലുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, ആ ഒരു ഇടപെടലിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ട പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ ഭാഗം ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുക. അതിൽ പറയുന്ന കാര്യം ഇതാണ്: ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രഹസ്യമാണിത്. അപ്പോൾ ഇത് ദൈവികമായൊരു രഹസ്യമാണ്. ഇതൊരു സാധാരണ കാര്യമല്ല, ചിന്തയല്ല, ദൈവികമായ രഹസ്യമാണ്. അപ്പോൾ ഈ ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ സ്മരിക്കണം, എപ്പോഴും സന്തോഷത്തോടെ ഓർക്കണം. നമുക്ക് ലഭിച്ച ഈ വലിയൊരു അനുഗ്രഹത്തെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി ഏറ്റവും വലിയൊരു സന്തോഷത്തോടെ ഓർക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയെ എപ്പോഴും നമുക്ക് സന്തോഷത്തോടെ കാണാൻ പറ്റണം. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയാണ് ഈ പരിശുദ്ധ കുർബാന. അപ്പം അതുകൊണ്ട് കുർബാനയെ നമുക്ക് സ്നേഹത്തോടെ കാണണം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. സന്തോഷത്തോടെ സ്മരിക്കണം, എപ്പോഴും ഓർക്കണം. എനിക്ക് അനുഗ്രഹങ്ങൾ തരാനും എന്നെ സ്നേഹിക്കാനും എന്നെ ചേർത്ത് പിടിക്കാനും ഒക്കെ ആയിട്ട് ഈ പരിശുദ്ധ കുർബാന എനിക്ക് വേണ്ടിയിട്ട് എഴുന്നള്ളി വന്നിരിക്കുക. അപ്പം അതുകൊണ്ട് പറയുന്നത് ഇത് സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യണം. സ്തുതിക്കണം. ഈ ഒരു കുർബാന ലഭിക്കപ്പെട്ടതിനെ ഓർത്ത് ഒത്തിരി നന്ദിയോടെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. വീണ്ടും പറഞ്ഞു, അനുഷ്ഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണമെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പം അത്രയും സ്നേഹവും അത്രയും ഒരു താല്പര്യവും എന്നോട് ദൈവം കാണിക്കുകയാണ് ഈ പരിശുദ്ധ കുർബാനയിൽ. അപ്പം അതിനെ, ആ പരിശുദ്ധ കുർബാനയെ നമുക്ക് സ്നേഹിക്കാം. വീണ്ടും പറഞ്ഞത്, അതുകൊണ്ടാണ് പൗരസ്ത്യ സഭാപിതാക്കന്മാർ ഈ രഹസ്യത്തെ കൂദാശ എന്നാണ് വിളിക്കുന്നത്. കൂദാശ എന്നാണ് ഇത് അർത്ഥമാക്കുക, ഈ ദൈവികമായ രഹസ്യം എന്ന്. കാരണം കർത്താവിൻ്റെ പെസഹ രഹസ്യത്തോട് ബന്ധപ്പെടുത്തിയാണ് കൂദാശകളെ മനസ്സിലാക്കേണ്ടത്. മാമോദീസയാണെങ്കിലും സ്ഥൈര്യലേപനമാണെങ്കിലും നമുക്ക് ഓരോ കൂദാശകളും ഈ കർത്താവിൻ്റെ പെസഹ രഹസ്യത്തോടെ, ക്രിസ്തുവിൻ്റെ രഹസ്യത്തോട്, ക്രിസ്തുവിൻ്റെ ജീവിതത്തോട്, ആ ഒരു സ്നേഹത്തോട് ചേർത്ത് വെച്ചാണ് കൂദാശകൾ രൂപപ്പെടുക. അപ്പോൾ ആ സ്നേഹത്തിൽ നിന്ന്, അപ്പോൾ ഇത് കൂദാശയാണ്. നമ്മൾ അർപ്പിക്കുന്ന കുർബാന എന്നുള്ളത് ഒരു ചെറിയൊരു കാര്യമല്ല, ഒരു പ്രാർത്ഥനയല്ല, അതിലുമേറെ ഇത് വലിയൊരു കൂദാശയുടെ രഹസ്യത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് നിസ്സാരമായിട്ടല്ല നമുക്ക് ഈ കുർബാനയെ കാണേണ്ടത്. എത്രയോ സന്തോഷത്തോടെ, എത്രയോ ആനന്ദത്തോടു കൂടി, പ്രശ്നങ്ങളുടെ നടുവിലും സങ്കടങ്ങളുടെ നടുവിലും കണ്ണുനീരിൻ്റെ നടുവിലുമൊക്കെ നമുക്കൊരാനന്ദം അനുഭവിക്കാൻ പറ്റുന്ന ഒരേ ഒരു വേദി. നമ്മൾ അല്പസമയം, നമുക്ക് തന്നെ അറിയാം, കുർബാനയുടെ മുമ്പിൽ അല്പസമയം ഇരുന്ന് കഴിഞ്ഞാൽ, സങ്കടത്തോടെ പോയിരുന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സങ്കടം പയ്യെ നമ്മളിൽ നിന്ന് മാറുന്നൊരു അനുഭവം ഉണ്ടാവും. അവിടെ ശാന്തമായിട്ട് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി, ഈശോയിലേക്ക് നോക്കി ഇരുന്ന് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ഈ സങ്കടം പയ്യെ മാറുന്നു, എന്തോ ഒരു ആശ്വാസം കടന്നു വരുന്നത് പോലെ അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ അനുഭവം, ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഈ ക്രിസ്തുവിൻ്റെ ജീവിതം അത് സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, ആനന്ദത്തിൻ്റെ നടുവേ നമ്മൾ എത്തി നിൽക്കുന്നത്. അവിടെ നമ്മുടെ പ്രശ്നങ്ങൾ ഉരുകി ഇല്ലാതാവുകയും ചെയ്യുന്നത് അവിടെ ശാന്തമായിട്ട് ഹൃദയം തുറന്ന് സംസാരിക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ, ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധ്യമാകണമെന്ന് പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മേരി മഗ്ദലിനെ, മേരി പാസിയെപ്പറ്റി ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു ആനന്ദം കടന്നു വരികയാണ്. ഇപ്രകാരമാണെന്ന് വിശുദ്ധ മേരി മഗ്ദലൻ ദെ പാസി എന്ന വിശുദ്ധ 1566 ഫ്ലോറൻസിൽ ഒരു കുടുംബത്തിൽ ജനിച്ചവൾ. അവൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. ആദ്യ കുർബാന സ്വീകരിച്ച നിമിഷം മുതൽ പിന്നെ ഈശോയെ ആ സ്നേഹത്തിൽ അങ്ങ് വസിക്കുകയാണ്. എനിക്ക് ഈശോയുടെ കൂടെ വസിക്കണം, കൂടെ ആ ഒരു സ്നേഹത്തിലും ബന്ധത്തിലുമൊക്കെ ആയിരിക്കുന്നത്. അപ്പം അത്രയും ബന്ധമാണ് ആ കുഞ്ഞുനാളിലെ മുതൽ ഈശോയുമായിട്ട്. ഒരു പക്ഷേ ഞാൻ 2-3 ക്ലാസ്സുകൾക്ക് മുമ്പ് നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട് ഇപ്രകാരം ഒരു കുട്ടിയുടെ കാര്യം. ഇടുക്കി പ്രദേശത്ത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിക്ക് അവന് വിശുദ്ധ കുർബാന സ്വീകരിക്കണം.
നിരന്തരമായ ഒരു ശല്യപ്പെടുത്തൽ വീട്ടിലും അവിടെ ഇടവകയിൽ ചെന്ന് അച്ഛൻ്റെ അടുത്തുമൊക്കെ പ്രത്യേക ഒരു കൺസിഡറേഷനോടുകൂടി അവൻ്റെ ഭക്തിയും അവൻ്റെ വിശ്വാസവും അവൻ്റെ താല്പര്യവും. അപ്പം അതിനുശേഷം ഇന്ന് വരെ ആ കുർബാന മുടങ്ങിയിട്ടില്ല. ഈ വിശുദ്ധ കുർബാനയോട് പ്രത്യേകം ഒരു താല്പര്യം, കാരണം ഒരു സ്നേഹം. ആ ഒരു സ്നേഹം വളർത്തിയെടുത്തുകൊണ്ട് ദൈവം അവനെ ഉയർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിനുമൊക്കെ ഈ സങ്കടങ്ങളും വേദനകളുമൊക്കെ വരുമ്പോൾ പരിശുദ്ധ കുർബാനയെ കാണേണ്ടത് നമ്മൾ വേറെ തരത്തിലാണ്. ഉത്തമഗീതത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ ആത്മനാഥൻ്റേതും എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിമസിയാണ്, അവിടെ ഒരു സ്നേഹമാണ്. അതൊരു പ്രേമവാക്യമാണത് ഉത്തമഗീതം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സോളമന് ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ നിന്ന് ഉടലെടുത്ത വാക്കുകളാണത്. ജ്ഞാനത്തിൻ്റെ ഒരു നിറവാണത്. അവിടെ ആനന്ദത്തിൽ നിന്നുകൊണ്ടാണത് സോളമൻ പറഞ്ഞു വെക്കുക. സോളമൻ രചിച്ചെന്ന് കരുതപ്പെടുന്നത് ആ പുസ്തകം. അപ്പം അത്രമാത്രം ഒരു ഇൻറ്റിമസി, ബന്ധം ഞാനും എൻ്റെ ദൈവവും തമ്മിലുണ്ട്. അത് കുർബാനയിൽ കാണാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ ഇപ്രകാരം പറയുന്നതാണ്, എപ്പോഴും ദിവ്യകാരുണ്യത്തോട് പ്രത്യേകമായ ഒരു ഭക്തിയും സ്നേഹവും അവൾ വളർത്തി. അങ്ങനെ ദിവ്യകാരുണ്യനാഥന് പരിപൂർണമായിട്ടും സമർപ്പിക്കുകയാണ്. പൂർണ്ണ സമർപ്പണം അവളവിടെ നടത്തുകയാണ്. ഈ സമർപ്പണം നടത്തുമ്പോൾ ഒരു ദിവസം ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞപ്പോൾ അവളുടെ മരിച്ചുപോയ പിതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുക, ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുകയാണ്. എൻ്റെ മോചനത്തിന് ഇനിയും 107 കുർബാന സ്വീകരണങ്ങൾ ആവശ്യമാണ്. മോൾ അത് ചെയ്യണം. അപ്പന് വേണ്ടിയിട്ട് മോൾ അത് ചെയ്യണം. ഇത്രയും പറഞ്ഞ ശേഷം അപ്പൻ അപ്രത്യക്ഷമായി. മേരി മഗ്ദലനെ പാസി ഈ നിർദ്ദേശപ്രകാരം തൻ്റെ പിതാവിന് വേണ്ടി 107 വിശുദ്ധ കുർബാന സ്വീകരണം നടത്തി പ്രാർത്ഥിക്കുകയും 107ാമത്തെ കുർബാന സ്വീകരണ വേളയിൽ അദ്ദേഹം മഹിമയിൽ പ്രവേശിക്കുന്നത്, സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നവൾ കാണുകയും ചെയ്തു. അപ്പോൾ ജീവിതത്തിൽ ഈ കുർബാനയെ സ്നേഹിക്കുമ്പോൾ നമുക്ക് സ്വർഗവും ഭൂമിയും തമ്മിലൊരു ബന്ധമുണ്ടാവുകയും നമ്മളുമായിട്ട് ആ ബന്ധം ഏറ്റെടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുകയാണ് ദൈവമായ കർത്താവ്. നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയൊരു ആഴമായൊരു ബന്ധം, സ്നേഹം പങ്കുവയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കുറവുണ്ട്, ഈ കുറവിനെ നമുക്ക് പരിഹരിക്കണം, ഈ സ്നേഹത്തിലേക്ക് എത്തണമെന്ന് പഠിപ്പിക്കുകയാണ് ഈ വിശുദ്ധ കുർബാന വഴി. വീണ്ടും പറഞ്ഞു വയ്ക്കുന്നത്, വിശുദ്ധ കുർബാനയിൽ അവൾ പറയുകയാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ദൈവം ആരാണെന്ന് നാം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര പവിത്രമായ ഹൃദയം നാം അങ്ങയുടെ മുമ്പിൽ അർപ്പിക്കുമായിരുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നമ്മളത് മനസ്സിലാക്കുകയായിരുന്നെങ്കിൽ, നമ്മൾ ആ സ്നേഹത്തിൽ വസിക്കുകയായിരുന്നെങ്കിൽ എത്ര പവിത്രമായ ഹൃദയം നാം അങ്ങയുടെ മുമ്പിൽ അർപ്പിക്കുമായിരുന്നു. എത്ര പവിത്രമായിട്ട്, എത്ര സ്നേഹത്തോടെ അത് നമുക്ക് അർപ്പിക്കാൻ സാധിക്കും. എത്ര പവിത്രമായ ഹൃദയം നാം അങ്ങയുടെ മുമ്പിൽ അർപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ദൈവം ആരാണെന്ന്, വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന ദൈവം ആരാണെന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അപ്പോൾ അത് ഉൾക്കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ, ഇതിൻ്റെ ആഴം, ഇതിൻ്റെ സ്നേഹം മനസ്സിലാക്കുകയാണെങ്കിൽ, അപ്പോൾ എത്ര പവിത്രമായ ഹൃദയം നാം അങ്ങയുടെ മുമ്പിൽ അർപ്പിക്കും. അത്ര പവിത്രമായിട്ട് നമ്മൾ കുർബാന അർപ്പിക്കും. നമ്മുടെ കുർബാനയർപ്പണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എത്ര ആഴമായ സ്നേഹത്തോടെ, ഒരുക്കത്തോടെ, വിശ്വാസത്തോടെ, എത്രമായ ബന്ധത്തോടു കൂടിയാണ് നമ്മൾ അർപ്പിക്കുന്നത്. പാദ്രി പിയോ എന്ന വിശുദ്ധൻ കുർബാന അർപ്പിക്കാനായിട്ട് 2 മണിക്കൂർ സമയം എടുത്തിരുന്നു. അത്രമാത്രം ഒരുക്കത്തോടു കൂടിയാണ് ഈ പാദ്രി പിയോ എന്ന വിശുദ്ധൻ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം അത്രയും സ്നേഹം ആ കുർബാനയോട്. കാരണം എനിക്ക് വേണ്ടിയിട്ട് എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു സമ്മാനവുമായിട്ട് ദൈവം കടന്നു വരുന്നൊരവസ്ഥയാണ് ഈ പരിശുദ്ധ കുർബാന എന്നുള്ളത്. അപ്പോൾ എന്നെ സ്വന്തമാക്കാനായിട്ട്, എന്നെ സ്നേഹിക്കാനായിട്ട്, എന്നെ സ്നേഹത്തിൽ കൂട്ടായ്മയിൽ ചേർത്തിരുത്താനായിട്ട്, നമ്മുടെ ഉറ്റ സുഹൃത്ത് നമ്മളെ കാണാൻ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ആ ഉറ്റ സുഹൃത്തുമായിട്ടുള്ള സമയം ചെലവിടല്ലേ എത്ര ആനന്ദപ്രദമായിരിക്കും, എത്രമാത്രം സ്നേഹം പങ്കുവയ്ക്കും. ആ ഓർമ്മകൾ ഇങ്ങനെ നിലനിൽക്കും. എല്ലാ ദിവസവും എന്നെ കാണാനും എന്നുമായിട്ട് സ്നേഹം പങ്കുവയ്ക്കാനൊക്കെ ആയിട്ട്, എൻ്റെ പ്രശ്നങ്ങൾക്കും എൻ്റെ വേദനകളൊക്കെ ചോദിച്ചറിയാനായിട്ട്, സങ്കടം എന്താണ് എന്ന് ചോദിച്ചറിയാൻ, അത്രയും ഒരു ഇൻറ്റിമസി ഞാനും എൻ്റെ ദൈവവും എന്ന് പറഞ്ഞാൽ ആത്മനാഥൻ എൻ്റേതാ, ഞാൻ എൻ്റെ ആത്മനാഥൻ്റേതാ എന്നുള്ളൊരു ഇൻറ്റിമസി, ആ ഒരു ബന്ധം നമുക്ക് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു വയ്ക്കുന്നതാണ്. ഉത്തമഗീതത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രേമം അതൊരു പ്രേമമാണ്. അതുകൊണ്ട് ആ പ്രേമത്തിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം.
ദൈവത്തിന് എന്നെക്കുറിച്ച് എപ്പോഴും പറഞ്ഞു വെക്കുകയാണ്. ആ വചനത്തിൽ പറയുകയാണ്, ആ പ്രേമത്തിൽ നിലനിൽക്കുക, നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് ലക്ഷ്യം. കാരണം ഞാൻ എൻ്റെ മണവാട്ടിയെ തേടി പ്രിയയെ തേടി എത്തുകയാണ്, ഈ മുന്തിരിത്തോട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ കൂട്ടായ്മയിൽ, വിശുദ്ധ കുർബാനയാകുന്ന കൂട്ടായ്മയിലേക്ക്, എന്ന തൃത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്ക് എത്തിച്ചു നിൽക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പൂർണ്ണ സമർപ്പണം, അതാ ഒരു സ്നേഹം അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു വിശുദ്ധ ഇങ്ങനെ അനുഭവിക്കുന്ന ഈ സ്നേഹം അനുഭവിച്ചു പറയുകയാണ്, ആ പവിത്രമായ ഹൃദയം നമ്മൾ പവിത്രതയോടുകൂടി നമ്മൾ അർപ്പിക്കും. അത്രയും സ്നേഹമാണ് സ്വർഗം നമ്മുടെ മുമ്പിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വർണ്ണിക്കാനാവാത്ത വിധം ആഴമായ ഒരു പ്രവൃത്തിയുടെ മുമ്പിലാണ്. നമുക്കൊക്കെ വാക്കുകൾ, ചുരുങ്ങിയ വാക്കുകളേ ഉള്ളൂ അത് വർണ്ണിക്കാനായിട്ട്. അതിനുമേറെ ആഴത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് പരിശുദ്ധ കുർബാന. സ്നേഹമുള്ളവരെ, നമ്മൾ കുർബാനയിലേക്ക് ഓടണം, നമ്മൾ കുർബാനയ്ക്ക് പോകണം. നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈൻ കുർബാനയുടെ പോവുക, സാധ്യമെങ്കിൽ അതിൻ്റെ അവസരങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് അവസരങ്ങൾ അനുയോജ്യമാണെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ദേവാലയത്തിലേക്ക് ഓടണം. കാരണം സ്വർഗം എൻ്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവിടെ നമുക്ക് ഒരു തടസ്സങ്ങളും ഒരു ഡിമാൻഡുകളും വെക്കാതെ സ്നേഹത്തോടെ ഹൃദയം പങ്കുവയ്ക്കട്ടെ. നമ്മൾക്ക് ഉത്തരങ്ങൾ അവിടെ ലഭിക്കും. അവിടെ എൻ്റെ തീരുമാനങ്ങളോ എൻ്റെ ചിന്തകളോ ഞാനെന്ന ഭാവമോ പാടില്ല. അവിടെ സ്നേഹിക്കുക, അവിടെ സ്നേഹിക്കുക. കാരണം സ്നേഹിക്കാൻ അവൻ കടന്നു വന്നിരിക്കുക, എന്നോടൊത്ത് സല്ലപിക്കാൻ, എന്നോടൊത്ത് എൻ്റെ വിഷമങ്ങൾ എടുത്തു മാറ്റാനായിട്ട് എന്നോടൊത്തൊന്ന് സംസാരിക്കാൻ കടന്നു വരുന്ന ഏറ്റവും മനോഹരമായ സമയമാണ് പരിശുദ്ധ കുർബാന. ആ കുർബാനയെ സ്നേഹിക്കാൻ സാധിക്കട്ടെ. വീണ്ടും ഇപ്രകാരം പറയുകയാണ്, പെട്ടെന്ന് അവൾ ഒരു ദിവസം ദേവാലയത്തിലായിരിക്കുമ്പോൾ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് പറയുകയാണ്, ആവേശത്തോടെ പറയുകയാണ്, എൻ്റെ സഹോദരികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എൻ്റെ സഹോദരികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, തിരുവോസ്തി നമ്മിൽ അവശേഷിക്കുന്ന അത്രയും സമയം, തിരുവോസ്തി നമ്മിൽ അവശേഷിക്കുന്ന അത്രയും സമയം യേശു നമ്മോട് കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടൊപ്പം നമ്മിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മോടുകൂടെ മാത്രമല്ല ഉണ്ടെന്ന് മാത്രമല്ല, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുക. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ തൃത്വം മുഴുവൻ നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ. കാരണം സ്വർഗം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്തൊരാനന്ദമാണ് നമുക്ക് ലഭിക്കേണ്ടത്, ഇതിൽ കൂടുതൽ എന്തൊരവസ്ഥയാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് പറയുകയാണ്, പരിശുദ്ധ തൃത്വം മുഴുവൻ നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ. അപ്പോൾ അത്രയും ഒരു ഒരു അനുഭവമാണ് ഈ വിശുദ്ധ മേരി മഗ്ദലനയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ദൈവം ഈ ഒരു സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മളെയും വിളിക്കുക, ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്. അപ്പോൾ അത്രയും ഇതൊരു ദിവ്യ രഹസ്യമാണ്. അതുകൊണ്ട് ഇത് രഹസ്യം എന്ന് പറയുന്നത്, ഈ രഹസ്യം നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല. ഈ രഹസ്യം അറിയണമെങ്കിൽ ഇതിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കണം. അത്രയും ഒരു ആത്മനിർവൃതിയോടുകൂടി ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കും. സുവിശേഷങ്ങളിലെ പല ഭാഗത്തുമൊക്കെ ഓരോരുത്തരും ഈ അനുഭവം കിട്ടിക്കഴിയുമ്പോൾ പറയുന്നതാണ്. അതുകൊണ്ടാണ് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തത്. അവൻ്റെ പാദത്തിങ്ങിലിരുന്ന് വചനം ശ്രവിച്ചു കൊണ്ടിരുന്നു. ഓർക്കണം, മറിയം ഇത് അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവൻ്റെ പാദത്തിൽ നിന്ന് മാറുന്നില്ല. പത്രോസ്ലീഹ ഈ അനുഭവം കിട്ടിക്കഴിഞ്ഞ നിമിഷം, പന്തക്കുസ്തയുടെ അനുഭവം കിട്ടിക്കഴിഞ്ഞ നിമിഷം മുതൽ പത്രോസ്ലീഹ പറയുന്ന ഈ അനുഭവത്തിൽ തന്നെ വസിക്കുക. പൗലോസ്ലീഹ, അങ്ങനെ സ്ലീഹന്മാർ ഓരോരുത്തരും ഈ കൂട്ടായ്മയിൽ തന്നെ വസിക്കുക. അവരപ്പം മുറിച്ചുകൊണ്ടും പങ്കുവെച്ചുകൊണ്ടും ശുശ്രൂഷിച്ചുകൊണ്ടും അവർ ജെറുസലേമിൽ തന്നെ തങ്ങി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നതാ? ആ ഒരു കൂട്ടായ്മയിലായിരുന്നു, സ്നേഹത്തിലായിരുന്നു, ഐക്യത്തിലായിരുന്നു, ദൈവവുമായിട്ടുള്ള ഐക്യത്തിലാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഈ പ്രശ്നബാധിതമായിട്ട് നീങ്ങുമ്പോൾ, ചുറ്റുപാടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് നീങ്ങുമ്പോൾ നമ്മളോടും ഈശോ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്: അനുഭവിക്കുക, അനുസ്മരിക്കുക, ആചരിക്കുക, ആഘോഷമാക്കുക. പരിശുദ്ധ കുർബാന ആഘോഷമാക്കുക. അപ്പോൾ ഈ ഒരു ആഘോഷത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ എന്ന് പറയുന്നത്, ഉത്ഥിതനായ ഈശോയെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു. കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. എമ്മാവുസിലേക്ക് ശിഷ്യന്മാർ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഹൃദയം ജ്വലിച്ചു. വീണ്ടും ഭയപ്പെട്ടിരുന്നവരുടെ ഹൃദയത്തിലേക്ക് അപ്പം എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും, അപ്പവും വീഞ്ഞും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരവും രക്തവും എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഭയം മാറി ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുക. തിരിച്ച് എമ്മാവുസിൽ നിന്ന് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുക.
തിബേരിയാസ് കടപ്പുറത്ത് നിരാശപ്പെട്ടിരുന്നവർ, ജീവിതം വഴിമുട്ടി, ഇനി രക്ഷയില്ല, തകർന്നു തരിപ്പണമായി, അസ്വസ്ഥമായി എന്ന് പറഞ്ഞിരുന്ന തിബേരിയാസിൻ്റെ കടപ്പുറത്തും ദൈവമായ കർത്താവ് ഈ പത്രോസിലൂടെയും ഈ സ്ലീഹന്മാരിൽ ഓരോരുത്തരും പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ വള്ളം ആ തിബേരിയാസ് തടാകം മുഴുവൻ വലയിട്ടിട്ട് മീൻ കിട്ടാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഈശോ കടന്നു വന്നിട്ട് അവരോട് പറഞ്ഞതാണ്, വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് ഇന്ന് വലയിട്ടേ. അപ്പോൾ അത്ര സ്നേഹത്തോടെ ആ എളിമയോടുകൂടി അവരത് സ്വീകരിക്കുകയാണ്. അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. വലയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല കീറുവാളോളം മത്സ്യങ്ങൾ അവർക്ക് കിട്ടുകയാണ്. അവിടെ അവർ സന്തോഷത്തോട് പറഞ്ഞു, അവർ ജെറൂസലേമിലേക്ക് പോവുകയാണ്. സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. അപ്പം വേദനയുടെ നടുവിലും സങ്കടങ്ങളുടെ നടുവിലുമൊക്കെ ഒരു ഉത്തരമുണ്ട് പരിശുദ്ധ കുർബാന. ഒറ്റ കാര്യമുള്ളൂ, ആശ്രയിക്കണം, അവൻ പറയുന്നത് കേൾക്കണം, അവൻ പറയുന്നത് അനുസരിക്കണം, അവനിൽ വിശ്വസിക്കണം, അവനായിരിക്കണം പ്രാധാന്യം. എങ്കിൽ ഉത്തരമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട് എന്ന് പറയുക. അപ്പോൾ അത്രയും ബോധ്യവും ആഴവുമാണ് ദൈവമായ കർത്താവ് സ്നേഹവും ഒരു ബന്ധമാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ അത്രയും സ്നേഹത്തോടു കൂടി നമുക്ക് സാധിക്കാൻ അത് ആ ഒരു കാര്യത്തിലേക്ക് പോകട്ടെ. ഇപ്പോൾ ഇന്നലെ വന്ന് കണ്ട ഒരു കുടുംബം, അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി തകർന്നിരിക്കുന്നു. അപ്പോഴാണ് ജീവിത പങ്കാളിക്ക് ട്യൂമറാണെന്ന് ഒരു അറിവുണ്ടാകുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞത് പരിശുദ്ധ കുർബാന അർപ്പിക്കുക, ദേവാലയത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ കുർബാന അർപ്പിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് വീണ്ടും ചികിത്സിക്കുമ്പോൾ ടെസ്റ്റ് നടത്തുമ്പോൾ കാണുന്നത് ഡോക്ടർ തന്നെ പറയുക, ഇത് അത്ഭുതമാണ്. കാരണം നിങ്ങൾ വീണ്ടും പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ട്യൂമർ ഇല്ല, ഭയപ്പെടേണ്ട, ഇനിയും പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടും. അത് ഈ പരിശുദ്ധ കുർബാന നിങ്ങളെ സൗഖ്യപ്പെടുത്തുമെന്ന് പറയുക. അപ്പോൾ അത്രമാത്രം വിശ്വാസം അവർ കുർബാനയിലേക്ക് അവരുടെ അസ്വസ്ഥതകൾ അഴിയാനായിട്ട് അവരെ ദൈവം ഒരുക്കുകയാണ്. അവരുടെ സങ്കടങ്ങൾക്ക് ഉത്തരം കുർബാന കൊടുക്കുകയാണ്, പരിശുദ്ധ കുർബാന. അതുകൊണ്ട് ആ കുർബാനയെ എത്രമാത്രം നമുക്ക് സ്നേഹിക്കാവോ, എത്രമാത്രം ആഘോഷമാക്കാവോ, എത്രമാത്രം അത് അനുസ്മരണത്തിൻ്റെ വേദിയാക്കാമോ, അതിനെ നമുക്ക് സ്നേഹിക്കാനും അതിനെ മനസ്സിലാക്കാനും പറ്റുക. ഏത് വലിയ പ്രശ്നങ്ങൾക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം പരിശുദ്ധ കുർബാനയാണ്. കാരണം കുർബാന ദൈവമാണ്, തൃത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മളെ കാണാൻ വന്നത് ഈ ലോകത്തിൽ ഏതെല്ലാം അഴിയാത്ത ബന്ധനങ്ങളുണ്ടോ, അസ്വസ്ഥതകളുണ്ടോ, അതെല്ലാം അഴിയുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. ആ കുർബാനയെ സ്നേഹിച്ച് കഴിഞ്ഞാൽ, ആ കുർബാനയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രമാത്രം ഒരു സ്നേഹം നമ്മളുമായിട്ട് ദൈവം പങ്കുവയ്ക്കും. അതുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 7-ാം വാക്യം പറഞ്ഞാണ്, ആദിമ ക്രൈസ്തവ സമൂഹം കർത്താവിൻ്റെ ഉത്ഥാനത്തെ അനുസ്മരിക്കുന്ന ആഴ്ചയുടെ ആദ്യ ദിവസമാണ് അപ്പം മുറിക്കലിനായിട്ട് അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആദിമ ക്രൈസ്തവ സമൂഹം അപ്പം മുറിക്കലിനായിട്ട് അവർ ഒരുമിച്ച് കൂടി, തീഷ്ണതയോടെ, പ്രാർത്ഥനയോടെ, ഒത്തിരി സന്തോഷത്തോടെ. അവർക്ക് ഒത്തിരിയേറെ സഹനങ്ങളുണ്ട്, പീഡനങ്ങളുണ്ട്, അവരെ മർദ്ദിച്ച് അവശരാക്കപ്പെട്ടവരാ. റോമൻ പടയാളികളും യഹൂദരും എല്ലാം ചേർന്ന് അവരെ മർദ്ദിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ആദിമ ക്രൈസ്തവ സമൂഹം അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സന്തോഷത്തോടെ ഒരുമിച്ച് കൂടിയിരുന്നു പറഞ്ഞു. അപ്പം അത്രയും ഈ ദിവ്യരഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സന്തോഷത്തോടു കൂടി ആയിരിക്കണം ബലി അർപ്പണം. കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു, അത് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി ഈ ബലി അർപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരിയേറെ കൃപകൾക്ക്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 46-ാം വാക്യം, ആഹ്ലാദത്തോടെയാണ് അവർ അതിൽ ആഹ്ലാദത്തോടെ. ഈ ആഹ്ലാദം എന്നുള്ളത് തന്നെ സന്തോഷത്തിൻ്റെ ഒരു പൂർണ്ണതയുടെ ഒരു വാക്കാണത്. ആനന്ദം കൊണ്ട് നിറഞ്ഞ ഒരു ആഹ്ലാദത്തോടു കൂടി സന്തോഷിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ, പരിശുദ്ധ കുർബാനയിൽ അവർ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമൂഹവും കർത്താവിൻ്റെ രക്ഷാകര കർമ്മത്തെ ഓർത്ത് സന്തോഷത്തോടെയാണ് ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്തത്. അപ്പം ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തെ ഓർത്ത്, ദൈവം നമ്മളെ രക്ഷിച്ചതിനെ ഓർത്ത്, രക്ഷയിലേക്ക് കൊണ്ടുപോയതിനെ ഓർത്ത്, തൃത്വത്തിൻ്റെ കൂട്ടായ്മയിൽ ആ സന്തോഷത്തിൽ ചേർത്ത് വയ്ക്കുന്നതിനെ ഓർത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുകയാണ്. അപ്പം അത്രയും ഒരു ആനന്ദവും സ്നേഹവും ബന്ധവുമൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് വിലമതിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കണം. വീണ്ടും ഫിലിപ്പിയർ 4:4 പറയുന്നതാണ്, നിങ്ങളെപ്പോഴും കർത്താവിൽ സന്തോഷത്തോടു കൂടിയായിരിക്കും, എപ്പോഴും സന്തോഷത്തോടു കൂടിയായിരിക്കും, ആനന്ദിക്കുന്നവരാകും. അപ്പം ഈ ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാകണമെന്നാണ് നമ്മളോട് ദൈവമായ കർത്താവ് പറഞ്ഞു വയ്ക്കുക. അപ്പം എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കണം
ആ ദൈവത്തെ സ്നേഹിക്കാനും പ്രാധാന്യം കൊടുക്കാനുമൊക്കെ ആയിട്ട് ഒരു താല്പര്യം ഉണ്ടാകണമെന്ന്. വീണ്ടും ഇത് അനുസ്മരിക്കണം, അനുഷ്ഠിക്കണത്. എന്താണ് ഈ അനുസ്മരിക്കുക എന്ന് പറയുന്നത്? അപ്പോൾ അൾത്താരയിൽ നമ്മൾ പറയുന്നുണ്ട് പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഓർമ്മ ആചരിക്കാൻ കൽപ്പിക്കുന്ന മിശിഹ എന്നാണെന്നാണ് നമ്മളെ പ്രാർത്ഥനയിലൊക്കെ പറയുന്നത്. ആ ഈശോയുടെ പീഡാനുഭവത്തെ പറ്റി ഓർക്കുകയാണ്. അത് ഈശോ നമുക്ക് വേണ്ടി പെടഞ്ഞു മരിച്ചതിനെ ഓർത്ത് വീണ്ടും അത് മരണത്തെ, പീഡാനുഭവത്തെ, ഉത്ഥാന രഹസ്യത്തെ ഒക്കെ അനുസ്മരിച്ചുകൊണ്ട്, കാരണം കർത്താവിൻ്റെ പ്രവൃത്തിയാണിത്. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ, അവൻ്റെ ജീവിതത്തെ, വചനം മാംസമായതിനെ, വീണ്ടും ആ ഉത്ഥാനത്തെ, പീഡാനുഭവ രംഗങ്ങളെല്ലാം അനുസ്മരിക്കുന്ന ഏറ്റവും മനോഹരമായ കർമ്മമാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാനയെ അനുസ്മരിച്ച് ഇത് ചെയ്യാൻ കാരണം യഹൂദര് പെസഹ രഹസ്യത്തിൽ അവർ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടന്നു വന്നതിനെ, കടന്നുപോകലിനെ അവർ ഓർമ്മിച്ചു. അവരുടെ സഹനങ്ങളിൽ, വേദനകളിൽ, ദുഃഖങ്ങളിൽ, സങ്കടങ്ങളിലൊക്കെ പിതാവായ ദൈവത്തിൻ്റെ ഇടപെടലിനെ ഓർമ്മിക്കുന്നതാണ് ആ പെസഹ. ആ പെസഹ വീണ്ടും പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്ന് അവനേറ്റെടുത്ത സഹനങ്ങളും പീഡനങ്ങളും അസ്വസ്ഥതകളൊക്കെ ഓർമ്മിച്ച് അതിൽ സന്തോഷത്തോടു കൂടി ആയിരിക്കണം. എങ്ങനെയാണ് ആ എങ്ങനെയാണ് സന്തോഷത്തോടു കൂടി ആയിരിക്കേണ്ടത്? എന്നെ രക്ഷിച്ചു, എനിക്ക് രക്ഷ ലഭിച്ചു എന്നുള്ള ഒരാനന്ദം. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങളോ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളോ വിവാഹ തടസ്സങ്ങളോ ഒന്നുമല്ല നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ശ്രദ്ധ കൊടുക്കേണ്ടത് ഈശോയുടെ ഈ മഹാരഹസ്യത്തിലേക്ക് ഓർത്ത് കഴിയുമ്പോൾ ഈശോ നമ്മളെ ഓർമ്മിക്കും, നമ്മുടെ പ്രശ്നത്തെ ഓർമ്മിച്ചോളും, ഏറ്റെടുത്തോളും, അത് ഓർമ്മിച്ച് നമുക്കതിന് ഉത്തരം നൽകിക്കോളും. നമ്മൾ ഓർക്കേണ്ടത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളെ പറ്റി ഓർക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈശോയുടെ ആ ഒരു സ്നേഹത്തിൽ നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കാൻ ആൾ വന്നല്ലോ, നമ്മളെ സഹായിക്കാൻ ആൾ വന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഓരോ നിമിഷവും ആയിരിക്കുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുക. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. അതുകൊണ്ട് അത് 4-ാം പ്രണാമ ജപത്തിൽ ഈ 4-ാമത്തെ ഗഹന്ത, അനാഫ്രയിലെ 4-ാമത്തെ ഗഹന്ത പ്രാർത്ഥന നമ്മൾ പിതാവിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ആ രഹസ്യത്തെ സ്മരിച്ചുകൊണ്ടും അനുഷ്ഠിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാന ഒരു അനുസ്മരണമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പെസഹ രഹസ്യം എന്ന് പറയുമ്പോൾ ഈശോയുടെ ജീവിതം, മനുഷ്യാവതാരം, കാലിത്തൊഴുത്തും മുതൽ കാൽവരി വരെ, ആ കല്ലറയിൽ ഉത്ഥാനം വരെ, അതെല്ലാം നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ ഇത് അനുസ്മരണമാണ്. ക്രിസ്തു രഹസ്യത്തിൻ്റെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന. ക്രിസ്തു രഹസ്യത്തിൻ്റെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന. ഈ ക്രിസ്തു രഹസ്യത്തിൻ്റെ ഇന്നിൻ്റെ ആചരണവും ആഘോഷവുമാണ് വിശുദ്ധ കുർബാന. ഇന്നത് ആഘോഷിക്കുകയാണ്. ഇന്ന് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണത് ആഘോഷിക്കുന്നത്. എന്നെ രക്ഷിക്കാൻ വന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഓർത്തുകൊണ്ട് അത് ഇന്നിൻ്റെ ആഘോഷമാക്കുകയാണ്. പിന്നെ ഈ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതവുമായിട്ട് ചേർക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളുമായിട്ട് ചേർത്തുകൊണ്ട് ആഘോഷിക്കുമ്പോഴാണ്. കാരണം എനിക്കെൻ്റെ പ്രശ്നങ്ങൾക്ക്, എൻ്റെ ദുഃഖങ്ങൾക്ക് ഉത്തരമുണ്ട് എന്ന് ഈശോ പഠിപ്പിക്കുകയാണത്. അത് നിനക്ക് വേണ്ടിയിട്ടാണ് മോളെ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അൾത്താരയിൽ പെടഞ്ഞു മരിക്കുന്നത്. നീ ഇന്ന് ഇങ്ങനെയാകണം. നീ എന്നെ വേദനിപ്പിച്ച നിമിഷങ്ങൾ, വാക്കുകളിലൂടെ, ചിന്തകളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ, കാഴ്ചകളിലൂടെ, അങ്ങനെ ഓരോ കാര്യങ്ങളും നീ എന്നെ പലപ്പോഴായിട്ടും വേദനിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ നിനക്ക് വേണ്ടി മുറിക്കപ്പെടുകയാണ്. നിൻ്റെ പ്രശ്നങ്ങൾ മാറ്റപ്പെടാൻ വേണ്ടി ഞാൻ മുറിക്കപ്പെടുകയാണ്. ഞാൻ നിൻ്റെ ദുഃഖങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മുറിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ മുറിക്കപ്പെടുകയാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ ഇന്ന് അൾത്താരയിൽ ദൈവമായ കർത്താവ്. അപ്പോൾ ഈ മുറിക്കപ്പെടുന്നത് ദൈവമായ കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് അൾത്താരയിൽ മുറിക്കപ്പെടുന്നതിൻ്റെ അർത്ഥം ഇതാണ്: അവനുമായിട്ടൊരു അഭേദ്യമായ ബന്ധം, ഒരു സൗഹൃദം, ഒരു ഇൻറ്റിമസി, ആഴമായൊരു ബന്ധം നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഒരുക്കുന്ന ഏറ്റവും മനോഹരമായ നിമിഷമാണത്. അപ്പോൾ അതിനെ നിസ്സാരമായിട്ട് നമുക്ക് കാണാതെ സ്നേഹിക്കുന്നവരാകാം, അതിനെ അനുഭവിക്കുന്നവരാകാം എന്ന് പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ ഒരു ആചരണത്തെ, അതുകൊണ്ട് യഹൂദര് പെസഹ ആചരണം അത് ആഘോഷിച്ച രീതി അങ്ങനെയായിരുന്നു. യഹൂദര് അവരുടെ ജീവിതത്തിൽ കടന്നുപോയ കുറവുകളെ, ബലഹീനതകളെ, ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ അനുസ്മരിച്ച് അവർ ബലി അർപ്പിച്ചു. അത് ദഹന ബലിയായി, സമാധാന ബലിയായി, സന്തോഷത്തിൻ്റെ ബലിയായി അവരത് അർപ്പിച്ചു. അർപ്പിച്ചു കഴിയുമ്പോൾ അനുഗ്രഹം അവരുടെ ബലിവസ്തുവിലേക്ക് അഗ്നി ഇറങ്ങി സ്വീകരിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അതാണ് ഹൃദയം കൊടുത്ത് ബലി അർപ്പിച്ചപ്പോഴത്തേക്കും
ദൈവം ഇറങ്ങുകയാണ്. ഇവിടെ ഹൃദയം കൊടുത്ത് ബലിയർപ്പിക്കുമ്പോൾ ഈ അൾത്താരയിൽ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. അത് മാംസമായി, ജീവനുള്ള ശരീരമായി, രക്തമായിട്ട് മാറ്റപ്പെടുന്നു. എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ജീവനില്ലാത്ത അവസ്ഥയെ ജീവനുള്ളതാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് എന്നെ ഒരുക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ഇത് ആഘോഷമാക്കണം, ഇത് അനുസ്മരിക്കണം, ആഘോഷമാക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ചിന്തയിൽ ഇങ്ങനെയുള്ള ഒരു ബലി അർപ്പണ രീതികളാകണം എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ സമയങ്ങൾ. അതുകൊണ്ട് കാലത്തിനും ദേശത്തിനും അതീതമായി നിത്യയാഥാർത്ഥ്യമായി നിലകൊള്ളുകയാണ് എന്നേക്കും എന്ന്. കാലത്തിനും ദേശത്തിനും അതീതമായിട്ട്, ഇതൊരു ഇന്ന സമയത്തേക്ക് വേണ്ടി, ഇന്നൊരു വർഷത്തേക്ക് വേണ്ടിയിട്ട് അല്ല, കാലത്തിനും ദേശത്തിനും അതീതമായി ഇന്ന സ്ഥലത്തേക്കുണ്ട്. ഇത് ദേശത്തിനും അതീതമായിട്ടാണ്. അത് നിത്യയാഥാർത്ഥ്യമായിട്ട്. അത് ഇസ്രായേൽ നടന്ന സംഭവമാണ്, എൻ്റെ ജീവിതവുമായിട്ട് ബന്ധം അല്ല, ഇത് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, ഇത് ദേശത്തിനും കാലത്തിനും അതീതമായിട്ട് നിത്യയാഥാർത്ഥ്യമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചാൽ ഇന്നും അത് യാഥാർത്ഥ്യത്തോടെ എൻ്റെ മുമ്പിൽ നിലകൊള്ളുകയാണ്, അത് പൂർത്തീകരിക്കപ്പെടുന്നവയാണ് എന്ന് ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുകയാണ്. ഇത് വചനമാണത്, നിത്യയാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് എന്നേക്കും ഒരു യാഥാർത്ഥ്യമാണ് ഈ പരിശുദ്ധ കുർബാൻ. ക്രിസ്തുവിൻ്റെ ജീവിത പീഡാനുഭവ രഹസ്യങ്ങൾ, പെസഹ രഹസ്യം, ക്രിസ്തു രഹസ്യം, അതെന്നേക്കും ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അത് അനുസ്മരണവും അനുഷ്ഠാനവും വഴിയാണ്. അനുസ്മരിക്കുക, നമ്മൾ ഓർക്കുന്നു, അനുഷ്ഠാനം, നമ്മളത് അനുഷ്ഠിക്കുകയാണ്. ഭയഭക്തിയോടെ, വിശ്വാസത്തോടു കൂടി അനുഷ്ഠിക്കുകയാണ്. അപ്പം നമ്മൾ അനുഷ്ഠിക്കുന്ന രീതികൾ അതെങ്ങനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ് പരിശുദ്ധ കുർബാന നമ്മൾ അനുഷ്ഠിക്കുന്നത്? എത്രമാത്രം വിശ്വാസത്തോടെ, എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്? എത്രമാത്രം ഒരുക്കത്തോടു കൂടിയാണ് നമ്മൾ കുർബാനകൾ അർപ്പിക്കുന്നത്? അതുകൊണ്ട് ഇത് രഹസ്യമാണ്, നിസ്സാരമായൊരു പ്രാർത്ഥനയല്ല. ഇതിനെ നമുക്ക് എങ്ങനെയും മാറ്റാമെന്നുള്ളതല്ല. ഇതിനെ എങ്ങനെ നമുക്ക് കാണാം, ഇതെങ്ങനെ വേണമെങ്കിലും അർപ്പിച്ചാൽ മതി, അത് തെറ്റായൊരു കാര്യമാണ്. അതിനെങ്ങനെയല്ല, ഇതൊരു ദൈവീക രഹസ്യമാണ്, നമ്മുടെ ആരുടെയും ഒരു പ്രവൃത്തിയല്ല. അപ്പം ഈ നമ്മുടെ ആരുടെയും ഒരു പ്രവൃത്തിയല്ല, അത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ആ ദൈവത്തിൻ്റെ ഇടപെടലായ ഈ ദിവ്യരഹസ്യത്തെ അത്രയും പവിത്രതയോടുകൂടി പുരോഹിതനായ ഞാനും നിങ്ങൾ ഓരോരുത്തരും അതിനെ കാണണം. ഇതിനെ ഇന്ന് നിസ്സാരവൽക്കരിക്കുന്നുണ്ട്, നിസ്സാരമായിട്ട് ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരിയേറെ ഇതിന് വേണ്ടിയിട്ട്, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങണം, ഒരുക്കപ്പെടണം. അതിനായിട്ട് തയ്യാറെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുക. അതുകൊണ്ട് ഇതിന് ഈ ദൈവത്തിൻ്റെ നിത്യമായ രക്ഷാകര പ്രവർത്തികൾ സമയത്തിൻ്റെ പരിധിയെ ഭേദിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതമാക്കുകയാണ്. സമയത്തിൻ്റെ പരിധിയെ ഭേദിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതമാക്കപ്പെടുന്നു. അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സന്നിഹിതമാണ്. ഇവിടെ ഇപ്പോൾ ഇത് സന്നിഹിതമാണ് എന്നർത്ഥം. നമ്മൾ അർപ്പിക്കുന്ന ബലിവേദിയിൽ ദൈവിക സാന്നിധ്യം, രഹസ്യം സന്നിഹിതമാണ്. അനുഷ്ഠിക്കുക, അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ അനുഷ്ഠിക്കപ്പെടുകയും അനുസ്മരിക്കപ്പെടുകയും ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവിക സാന്നിധ്യം ഇപ്പോൾ അൾത്താരയിൽ സന്നിഹിതമാണ്. അപ്പോൾ അങ്ങനെ സന്നിഹിതമാക്കപ്പെടുന്ന ഈ അൾത്താരയിൽ നമ്മൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. നമ്മൾ അനുഷ്ഠിച്ചു, അനുസ്മരിച്ചു, ആ ഓർമ്മയെ അനുസ്മരിച്ചു. അനുഷ്ഠിച്ചെന്ന് പറയുമ്പോൾ ഇപ്പോൾ ദൈവിക സാന്നിധ്യം അൾത്താരയിലുണ്ട്, നമ്മളും അതിൽ പങ്കുപറ്റുകയാണ്. നമ്മുടെ ഭാഗഭാഗ്യത്വം അതിനകത്തുണ്ട്. അപ്പോൾ ആ ഭാഗഭാഗ്യത്വം നമ്മളുള്ളപ്പോൾ എത്രമായ ഒരുക്കത്തോട് നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ചിന്തകൾ ഏത് രീതിയിലാണ് നമ്മുടെ ഓരോ കുർബാനകൾ, അത് ലാറ്റിൻ കുർബാനയാകട്ടെ, മലങ്കരയാകട്ടെ, സിറമലബാറാകട്ടെ, എന്തുമാകട്ടെ, ഏത് റൈറ്റുള്ള കുർബാനയാകട്ടെ, അതല്ല പ്രശ്നം. പക്ഷെ നമ്മുടെ ഒരുക്കം, നമ്മുടെ ചിന്തകൾ, നമ്മൾ അതിൽ പങ്കുപറ്റുന്ന രീതികൾ എത്രമാത്രം, ഭാഗഭാഗ്യത്വം എത്ര ഒരുക്കത്തോടുകൂടി ക്രിസ്തുവിൻ്റെ രഹസ്യത്തിൽ, ക്രിസ്തു രഹസ്യത്തിൽ എങ്ങനെ നമ്മൾ പങ്കുപറ്റുന്നു, ഏത് മനോഭാവത്തോടെ, ഏത് ചിന്തകളോടുകൂടിയാണ് നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുക, അത് പങ്കുചേരുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ നിമിഷവും അപ്പം വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ഇത് കാണേണ്ടത്. നമ്മുടെ ബുദ്ധി കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെന്നില്ല. അല്പം ഇത് കട്ടിയായിട്ട് തോന്നും. പക്ഷെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കണ്ട് അതിന് നമ്മൾ ഒത്തിരിയേറെ ഒരുങ്ങണം, ഒത്തിരി എളിമയുണ്ടാകണം, ഒത്തിരി സ്നേഹമുണ്ടാകണം, അതിനോടൊരു താല്പര്യമുണ്ടാകണം. ഈ കുർബാനയുടെ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും പാടുള്ള കാര്യമാണ് കുർബാനയെ നമുക്ക് വിശദീകരിച്ചെടുക്കുക എന്നുള്ളത്.
കാരണം കുർബാനയെ നമുക്ക് വിശദീകരിച്ചെടുക്കാൻ വാക്കുകൾ കൊണ്ട് നമുക്ക് വളരെ പാടുള്ള കാര്യം. ഇത് രഹസ്യമാണ്. ഈ രഹസ്യത്തിൻ്റെ ഈ ഒരു അനുസ്മരണവും ഈശോ കടന്നു വന്ന വഴികൾ, ജീവിതത്തിൻ്റെ രീതികൾ അനുസ്മരിച്ചുകൊണ്ട് എനിക്കെന്താ മാറ്റമുണ്ടാകുന്നത്? അവൻ്റെ പീഡാനുഭവത്തെ പറ്റി ഓർത്തുകൊണ്ട് എനിക്കെന്താ മാറ്റമുണ്ടാകുന്നത്? അതുകൊണ്ട് എനിക്ക് എന്താ ഉത്തരം ലഭിക്കുന്നത്? എവിടെ എന്താ മാറ്റം സംഭവിക്കുന്നത്? അത് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ടു കഴിയുമ്പോഴാണ് ആ പീഡാനുഭവങ്ങൾ എനിക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അനുതാപത്തിലേക്കും എളിമയിലേക്കും വിശ്വാസത്തിലേക്ക് എത്താനും പരിശുദ്ധാത്മാവിന് ഇടപെടാനായിട്ട് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും മനോഹരമായി അത് വിശ്വാസത്തിൻ്റെ കണ്ണുകൂടെ കാണുമ്പോഴാണ് നമുക്കതിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റുക. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന സമൂഹം കർത്താവിൻ്റെ രക്ഷാകരമായ പെസഹ രഹസ്യത്തിൽ എന്നും പങ്കാളികൾ. ഈ രക്ഷാകര രഹസ്യത്തിൽ പങ്കാളിത്തം ലഭിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൽ ദൃശ്യമായതെല്ലാം ഇന്ന് സഭയിൽ കൂദാശകളിലൂടെ സന്നിഹിതമാക്കപ്പെടുന്നു, തുടരുന്നു എന്ന് വിശുദ്ധ ലിയോ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: അനുഷ്ഠാനങ്ങളെ അനുഭവങ്ങളാക്കി മാറ്റുക. അനുഷ്ഠാനങ്ങളെ അനുഭവങ്ങളാക്കി മാറ്റുമ്പോഴാണ് ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതിനോട് നമുക്കൊരു നിസ്സാരത തോന്നില്ല, സ്നേഹിക്കാൻ തോന്നും, ഒരാഴമായ ഒരു ബന്ധം കുർബാനയോട് തോന്നും. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് എനിക്കിത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാക്കി എനിക്ക് മാറ്റാനായിട്ട് ഓരോ നിമിഷവും തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ നിസ്സാരമായിട്ട് ഈ കുർബാനയുടെ പ്രാർത്ഥനകളെ, രീതികളെ കാണാതെ സ്നേഹിക്കുന്നവരാകാം, അതിലേക്ക് കൂടുതൽ അടുക്കുന്നവരാകാം, അതിലേക്ക് ആഴമായി ലയിക്കുന്നവരാകാൻ സാധിക്കട്ടെ. അതുകൊണ്ട് എന്താണ് ബലിപീഠത്തിൽ നടക്കുക എന്നത് വിശ്വാസത്തിലൂടെ അറിയണം. വിശ്വാസത്തിലൂടെ അറിയണം ബലിപീഠത്തിൽ നടക്കുന്നത്. എന്നാൽ മാത്രമേ ഈ അനുസ്മരണത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കതൊരു സാധാരണ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒന്നതിനോട് വിശ്വാസത്തോടെ മനസ്സിലാക്കണം, സ്നേഹത്തോടെ മനസ്സിലാക്കണം, എളിമയോടെ മനസ്സിലാക്കണം. ഇതൊരു മഹാരഹസ്യമാണെന്ന് മനസ്സിലാക്കണം. ഈ വാക്കുകൾ ഞാൻ പറയുമ്പോഴുമൊക്കെ ലിമിറ്റഡാണ്. ഇതിന് ആഴം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ മുമ്പിലായിരിക്കണം. അതിന് മുമ്പിലിരുന്ന് ശാന്തമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ കുർബാനയുടെ ആഴം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് അനുസ്മരണം ശക്തമായാലേ അനുഷ്ഠാനങ്ങൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ. അനുസ്മരണം ശക്തമാകണം. ഇത് കാലിത്തൊഴുത്തും മുതൽ കാൽവരി വരെ, ആ കല്ലറയെങ്കിൽ വരെയുള്ള അനുഷ്ഠാനം, ആചരണം, അത് ഓർമ്മ, ആ അനുഷ്ഠാനം എന്നുള്ളത്, അനുസ്മരണം എന്നുള്ളത് ശക്തമാക്കണം. അത് ശക്തമായാലേ അനുഷ്ഠിക്കാനായിട്ട് ഒരു അർത്ഥമുണ്ടാകത്തുള്ളൂ. നമുക്കും അതേപോലെ എനിക്കും ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, ജീവിക്കണം, എളിമപ്പെടണം, സ്നേഹിക്കണം, ജീവിത പങ്കാളിയെ മനസ്സിലാക്കണം, ജോലി ചെയ്യണം, മക്കളെ സ്നേഹിക്കണം, മക്കൾക്ക് മുമ്പിൽ വിശുദ്ധമാകണം എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ തരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ അനുസ്മരണം ശക്തമാകണം. ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത കാര്യം, സ്വർഗം എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യം അനുസ്മരിക്കണം. ശക്തമായൊരു ബോധ്യവും ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാകണം. എങ്കിൽ മാത്രമേ അനുഭവമാകത്തുള്ളൂ. അതുകൊണ്ട് ഓർമ്മകൾ നഷ്ടമായാൽ അനുഭവം നഷ്ടമാകും. നമുക്കറിയാം, ഓർമ്മകൾ, നല്ല നല്ല ഓർമ്മകൾ, നമ്മുടെ അപ്പനെക്കുറിച്ചാകാം, അമ്മയെക്കുറിച്ചാകാം, കുടുംബത്തെക്കുറിച്ചാകാം, നല്ല നല്ല കടന്നുപോയ ഓർമ്മകൾ ഉണ്ടെങ്കിൽ ആ ഓർമ്മകൾ ആ കുടുംബത്തിൽ നിന്ന് നിലനിൽക്കും. ആ ഒരു പാരമ്പര്യം കാത്തുസൂക്ഷിക്കും, ആ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കും. എപ്പോഴും അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കും, പറയും, ഇങ്ങനെയായിരുന്നു. നല്ല നല്ല ഓർമ്മകളാണ്, അതിങ്ങനെ ആകണം. അതാണ് ഞാൻ പഠിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു അപ്പൻ വന്നിട്ട് എന്നോട് പങ്കുവെച്ച കാര്യം ഇതാണ്: എൻ്റെ അപ്പൻ ഇട്ട് തന്ന നല്ല നല്ല ഓർമ്മകളാണ് എന്ന് എന്നെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അത് മുന്നിലിരിക്കുന്ന മക്കൾക്ക് അവർ തെറ്റ് കാണിച്ചപ്പോൾ അവരെയും കൊണ്ട് സംസാരിക്കാൻ വന്നപ്പോൾ പറയുകയാണ്, എൻ്റെ അപ്പൻ എനിക്കിട്ട് തന്ന ഓർമ്മകളാണ് ഞാൻ ശീലിച്ചത്, അതെനിക്കൊത്തിരി ബലമായിരുന്നു, അതെനിക്കൊത്തിരി സാന്നിധ്യം. ഈ അപ്പനെ ഇരുത്തിക്കൊണ്ട് ഈ മകൻ പറയുകയാണ്. അപ്പോൾ അത്രമാത്രം പങ്കുവയ്ക്കുന്നൊരവസ്ഥ. അത് ഓർമ്മകൾ ശക്തമാണ്. ആ ഓർമ്മകളാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഈ അപ്പൻ ഇട്ടുകൊടുക്കുന്നത്. മക്കളെ ഇങ്ങനെയല്ല, ഇങ്ങനെ ആകണമെന്ന് ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഓർമ്മകൾ നഷ്ടമായാൽ അനുഭവം നഷ്ടമാകും. അപ്പോൾ നല്ല നല്ല ഓർമ്മകൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കും ജീവിക്കാൻ എളുപ്പമാണ്, അടുത്തൊരു തലമുറയ്ക്കും കൊടുക്കാനായിട്ട് സാധ്യമാണ്. അതുകൊണ്ട് ഓർമ്മകൾ ശുഷ്കമായാൽ അനുഭവങ്ങൾ ദുർബലമായി പോകുന്നത്. അതുകൊണ്ട് അൾത്താരയിൽ അനുഷ്ഠാനത്തിലൂടെ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തെ നമ്മൾ അനുസ്മരിക്കുന്നത്. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തി അത് നമ്മൾ ഓർത്തെടുക്കുക, അത് ജീവിക്കുന്നവരാകുക. അപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സാന്നിധ്യവും ഒത്തിരി ശക്തിയുമൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് നിസ്സാരമായിട്ടൊരിക്കലും കാണാതെ സ്നേഹിക്കുന്നവരാകാം എന്ന് മനസ്സിലാക്കട്ടെ. നമ്മൾ റുഹാഷണ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. റുഹാഷണ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു ബോധം, ഈ രഹസ്യത്തിൻ്റെ ആഴം, ഈ രഹസ്യത്തെ വിശുദ്ധമാക്കുന്നതും രഹസ്യത്തെ അനുഭവമാക്കുന്നതൊക്കെ ഈ പരിശുദ്ധാത്മാവാണ്. റൂഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് അതിനെ. അതുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥനയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. മിശിഹ വന്ന് വിശുദ്ധിയുടെ മാർഗം നമ്മളെ പഠിപ്പിച്ചു. ഈശോ നമ്മളെ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചു. അത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ വിശുദ്ധിയുടെ മാർഗം നമ്മളെ പഠിപ്പിച്ചത്. ആത്മാവിനാൽ പ്രചോദിക്കപ്പെട്ട് അവൻ മരുഭൂമിയിലേക്ക് പോയെന്നാണ് വചനം പറയുന്നത്. ആത്മാവിനാൽ പ്രചോദിക്കപ്പെട്ട് അവൻ മരുഭൂമിയിലേക്ക് പോയി, ആത്മാവിനാൽ നയിക്കപ്പെട്ട്, ആത്മാവിനാൽ ശക്തി പ്രാപിച്ച് എല്ലാം അവൻ യാത്ര ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയൊരു പ്രവൃത്തിയായി പരിശുദ്ധ കുർബാന. അപ്പോൾ നമ്മളതിനെ ആ ഒരു ബോധ്യത്തോടെ സ്വീകരിക്കാനും സ്നേഹിക്കാനൊക്കെ പറയണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ഈ റുഹാഷണ പരിശുദ്ധ കുർബാനയിൽ നമ്മളതിനെ പറയുന്ന വാക്കിതാണ് എപ്പിക്ലേസിസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എപ്പിക്ലേസിസ് എന്ന വാക്കെന്ന് പറഞ്ഞാൽ അത് ഗ്രീക്ക് പദമാണ്. എപ്പിക്ലേസിസ് അത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. എപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽ, എപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽ, ക്ലേസിസ് എന്ന് പറഞ്ഞാൽ വിളി എന്നാണ് അർത്ഥം. അപ്പോൾ ഉന്നതത്തിൽ നിന്നൊരു വിളിയാണ്, ഉന്നതത്തിൽ നിന്നൊരു വിളിയാണിത്. അപ്പം പരിശുദ്ധാത്മാവെ കടന്നു വരണമേ, എഴുന്നള്ളി വരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വന്ന് നിറയണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് ഉന്നതത്തിലേക്കൊരു വിളിയാണ് നടത്തുന്നത്. അത് പറഞ്ഞാൽ അതിന്മേൽ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ അപ്പത്തെ, ജീവനില്ലാത്ത ഈ അപ്പത്തെ, ഈ ഒരു ചെറുതുണ്ടപ്പത്തെ ജീവനുള്ളതാക്കി മാറ്റണം. ഈ വീഞ്ഞിനെ രക്തമാക്കി മാറ്റണം. കാരണം ഈ രക്തം കൊണ്ടാണ് എൻ്റെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴുകിയെടുക്കേണ്ടത്. ഈ ശരീരം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിനൊരു ബലം നൽകേണ്ടത്. എനിക്ക് നാളെ പ്രശ്നങ്ങളെ സ്വീകരിക്കണമെങ്കിൽ ഈ ശരീരം ആവശ്യമാണ്. അപ്പോൾ അതേപോലെ ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഈശോയെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് നമ്മളെയും ഇവിടെ ഇതേപോലെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് കാർമികൻ വിളിക്കുകയാണ്, സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുർബാനയിലെ നമ്മൾ പരിശുദ്ധാത്മാവിന് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധ കുർബാനയിലാണ്. കാരണം കുർബാനയുടെ ഈ പ്രവൃത്തി മുഴുവൻ ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും വിശുദ്ധിയോടുകൂടി, ഈ രഹസ്യത്തിൻ്റെ ഈ വിശുദ്ധ രഹസ്യമാക്കി നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാൻ, സ്നേഹിക്കാൻ സാധ്യമാകണം. നമുക്ക് പരിശുദ്ധാത്മാവിനെ ആ ഒരു ആഴത്തോടുകൂടി സ്നേഹിക്കാനായിട്ട്. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, മിശിഹായുടെ യഹൂദരുടെ പെസഹാചരണത്തിൽ മിശിഹായുടെ ആഗമനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയുണ്ട്. യഹൂദരുടെ പെസഹാചരണത്തിൽ മിശിഹ അവർ രക്ഷിക്കാൻ വരും, രക്ഷകൻ വരും എന്നൊരു പ്രാർത്ഥനയുണ്ട് അവർക്ക്. പെസഹ രാത്രിയിൽ മിശിഹ വരുമെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. അവരുടെ പ്രാർത്ഥന അനുസരിച്ച്, അവരുടെ ചിന്തയനുസരിച്ച് പെസഹ രാത്രിയിലാണ് മിശിഹ വരുന്നത് എന്നാണ്. വീണ്ടും പറഞ്ഞു വയ്ക്കുന്നതാണ്, അവരുടെ ആശീർവാദ പ്രാർത്ഥനയുടെ അവസാനത്തിൽ മിശിഹായുടെ ആഗമനത്തിനും രക്ഷാകര കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ രക്ഷാകര കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് മിശിഹായുടെ ആഗമനത്തിനും രക്ഷയുടെ പൂർത്തീകരണം, ലോകം മുഴുവൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി യഹൂദർ പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടണം, എല്ലാവരും രക്ഷിക്കപ്പെടണം, രക്ഷയിലേക്ക് എത്തണം എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു. അതാ മിശിഹായുടെ ആഗമനത്തിന് വേണ്ടിയിട്ട്. അതും പെസഹ രാത്രിയിലാണ് ഇത് കടന്നു വരുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഒരു ഒരുക്കം അവരുടെ ഭാഗത്തുണ്ട്. അപ്പം അനാഫറ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തായി ഇവിടെ റൂഹാഷണ പ്രാർത്ഥന വരുന്നതും പെസഹായിലെ പ്രാർത്ഥനയോട് ബന്ധപ്പെടുത്തിയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത്രയും നേരം നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ഓർത്തു, പീഡാനുഭവത്തെ പറ്റി ഓർത്തു. പ്രത്യേകിച്ച് നമ്മളിതിന് മുമ്പ് കുർബാനയുടെ നടുവിലായിട്ട് സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നുണ്ട്. റാസാക്രമത്തിൽ പുരോഹിതൻ അൾത്താരിൽ നിറങ്ങി വന്ന് ശുശ്രൂഷകളൊത്ത് വന്നിട്ട് നടുക്കൊരു ശോശപ്പ വിരിച്ചിട്ട് അതിൻ്റെ മേൽ മുട്ടുകുത്തി അവത്തെ ചുംബിക്കുന്നുണ്ട്. അവിടെ മൂന്ന് ഭാഗങ്ങളായിട്ട് എല്ലാ ഭാഗത്തും 3 പ്രാവശ്യം ചുംബിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അത് അർത്ഥമാക്കുന്നത് ഈ ഒരു തരത്തിലാണ്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം അവിടെ ഈ ഒരു ബന്ധം നമ്മുടെ അടുത്തേക്ക് റൂഹ കടന്നു വരുന്നു, പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു, അത്രയൊരു ബന്ധമുണ്ടാകുന്നു. ആ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു എന്നർത്ഥമാക്കുകയാണ് ചെയ്യുന്നത്. അത്രയൊരു സ്നേഹത്തിലേക്കും കൂട്ടായ്മയിലേക്കുമൊക്കെ വയ്ക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് കൂട്ടായ്മയുടെ ഒരു അരൂപിയാണ്.
കൂട്ടായ്മയുടെ അരുവിയാണ്. അപ്പോൾ ഒരു മുന്നാസ്വാദനം ഈ സാഷ്ടാംഗ പ്രാർത്ഥനയിലൂടെ ആൾത്താരിൽ നിന്ന് ഇറങ്ങി വന്ന് ശോശപ്പെ മുത്തിക്കാണിക്കുമ്പോൾ ഒരു മുന്നാസ്വാദനം, പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു, പരിശുദ്ധാത്മാവ് ഈ അപ്പത്തെ ജീവനുള്ളതാക്കി മാറ്റുന്നു, വീഞ്ഞിനെ രക്തമുള്ളതാക്കി മാറ്റുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്നത് ആ ഓരോരോ പ്രാർത്ഥനയിലൂടെയും ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ, ക്രിസ്തു രഹസ്യത്തിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ ഈശോ ശക്തി പ്രാപിച്ചതും ഈശോ ബലപ്പെട്ടതും ഈ പരിശുദ്ധാത്മാവിലാണ് എന്ന് പഠിപ്പിച്ചു തന്നുകൊണ്ട് അവസാനം ഏറ്റവും നാലാമത്തെ ഗഹന്ത പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. ഈ അപ്പത്തെ ജീവനുള്ള അപ്പമാക്കി മാറ്റണം, ഈ വീഞ്ഞിനെ രക്തമാക്കി മാറ്റണം. കാരണം എൻ്റെ ജീവിതവും ഇതേപോലെ ഇവിടെ നിറയപ്പെടണം ആത്മാവിൽ. ഈ പ്രാർത്ഥനയിലൂടെയെല്ലാം, അനുസ്മരിക്കുന്നതിലൂടെയെല്ലാം, ഈ അനുസ്മരണത്തിലൂടെയെല്ലാം നമ്മളെയും ഒരുക്കുകയായിരുന്നു. നമ്മളും ഇതേപോലെ പരിശുദ്ധിയിൽ ജീവിച്ചാൽ നമ്മളിലും ആത്മാവ് നിറഞ്ഞ് വരദാന ഫലങ്ങൾ കൊണ്ട് നിറയും. അതിലേക്ക് സഭ നമ്മളെ വ്യക്തമായിട്ട് ഒരുക്കുകയായിരുന്നു. നമ്മുടെ ആരാധനക്രമം അനുസരിച്ച് സഭ നമ്മളെ വ്യക്തമായിട്ട് ആ പ്രാർത്ഥനയിലേക്ക് ഒരുക്കുകയായിരുന്നു ഇത്രയും നേരത്തെയുള്ള പ്രാർത്ഥനകളിലൂടെ. കാരണം നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. സ്വർഗവും ഞാനും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ആ ബന്ധത്തിന് ശക്തി പകരുക, പരിശുദ്ധാത്മാവാണ് അത് നിറയുക, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങളാണ് അതിൽ പ്രവർത്തിക്കുക. അവിടെ നമ്മുടെ ബുദ്ധിയോ കഴിവോ ഒന്നും ആ സ്വർഗീയ രഹസ്യത്തിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞു ഈ പരിശുദ്ധാത്മാവിനെ പറ്റി, ഈ റുഹാഷണ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞതാണ്. ഇത് കൂട്ടായ്മയുടെ അരൂപിയാണ്. കൂട്ടായ്മയുടെ എല്ലാവരും ഒന്ന് ചേർന്ന് ഒരു ഐക്യത്തിൻ്റെ അരൂപിയാണ്. അപ്പം മിശിഹായുടെ കൂട്ടായ്മയുടെ അരൂപി, ഈശോ മിശിഹായുടെ അരൂപി, അതാണ് അവരെ തൃത്വത്തിൻ്റെ അരൂപി. നോക്കിക്കേ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് എന്തു പറയുന്നു, പുത്രൻ അത് മനസ്സിലാക്കുന്നു. പുത്രനെ മനസ്സിലാക്കുന്ന ഒരു പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നു, പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ പരിശുദ്ധാത്മാവ് ഐക്യത്തിൽ നിന്നുകൊണ്ട്. അപ്പോൾ അത്രമാത്രം. വീണ്ടും ഈശോ പറഞ്ഞത് എന്നതാ, ഈശോ പോകുമ്പോഴത്തേക്കും സഹായകൻ കടന്നു വരും. അവൻ വന്ന് പഠിപ്പിക്കും, പാപത്തെക്കുറിച്ചും എല്ലാ അന്ത്യവിധിയെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കും, വ്യക്തമായ സന്ദേശങ്ങൾ തരും, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം പരിശുദ്ധാത്മ പഠിപ്പിക്കും. അപ്പോൾ ഇത് കൂട്ടായ്മയുടെ അരൂപിയാണ്. ഈ കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള, ഈ രഹസ്യത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ കർമ്മമാണ് റുഹാഷണ പ്രാർത്ഥന. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ നിന്ന് ഈ രഹസ്യത്തെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു തരത്തിലാണ് എന്ന് പഠിപ്പിക്കുക. അതുകൊണ്ട് എല്ലാവരും ദൈവമക്കളായി തീരണം എന്നുള്ള ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കുകയും പ്രേക്ഷിത താല്പര്യം നമ്മിൽ നിറയ്ക്കുകയും ചെയ്യുന്നത് ഇതേ അരൂപിയാണ്. എല്ലാവരും ദൈവമക്കളാകണം. പിന്നെ നമ്മളുടെ ആഗ്രഹം നമ്മൾ ജനിപ്പിക്കുക, ദൈവമകനും മകളുമാകണം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു എന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നുണ്ട്. ദൈവമക്കളാണ്. വീണ്ടും റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരാണ്. നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. അപ്പം വീണ്ടും ഈശോ സ്ലീഹന്മാരെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി നാം പഠിപ്പിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അബ്ബ, പിതാവേ, അപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുകയും ഒരുക്കുകയും അതിലേക്ക്, ഈ അരൂപിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ പത്രോസും സ്ലീഹന്മാരുമൊക്കെ ബാക്കി എല്ലാവരും പറഞ്ഞേക്കുന്ന എന്നതാണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈശോയുടെ വചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ അതിൽ ഭാഗഭാഗിത്വം, അതിൽ പങ്കുചേർന്നവരാണ്. അതിലേക്കാണ് നമുക്ക് ഒരുമിച്ച് പോകേണ്ടത്. നമ്മൾ വീണ്ടും പൗലോസ്ലേഖ എന്ന ഈ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ പൗലോസ്ലേഖ എന്താ പറഞ്ഞു വയ്ക്കുന്നത്? ക്രിസ്തുവിനെ, നിങ്ങളെ പ്രതി, നിങ്ങളുടെ രക്ഷയെ പ്രതി ഞാൻ സഹനമേറ്റെടുക്കുകയാണ്. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെക്കുക. കാരണം നമ്മളെല്ലാവരും ഒന്നാണ്. ഈ ക്രിസ്തുവിൻ്റെ ഈ തിരുശരക്തങ്ങളിൽ ദൈവമക്കളാണ്, കൂട്ടായ്മയിൽ അംഗത്വമുള്ളവരാണെന്ന് പഠിപ്പിക്കുകയെ. അപ്പം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. അതുകൊണ്ട് ദൈവമക്കളായി തീരണമെന്നുള്ള ഒരാഗ്രഹം നമ്മൾ ജനിപ്പിക്കുകയും പ്രേക്ഷിത താല്പര്യം, ഞാൻ അനുഭവിച്ച ഈ സത്യം, ഞാൻ അനുഭവിച്ച ഈ കുർബാന രഹസ്യം, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്തോഷം എല്ലാവരുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കണം. നമുക്ക് അനുഭവിച്ചിരിക്കുന്ന നമ്മളൊരു രഹസ്യം കിട്ടിക്കഴിഞ്ഞാൽ, സന്തോഷത്തിൻ്റെ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരോടും വിളിച്ചു പറയില്ലേ? ആ ഒരു അനുഭവം നമ്മൾ കൊടുക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെടുകയാണ്. അപ്പോൾ അത്രയും ഒരു ഐക്യമാണ് ഈ പരിശുദ്ധാത്മ ഐക്യത്തിൽ. അപ്പോൾ പരിശുദ്ധാത്മ എത്രമാത്രം നമ്മൾ വിധേയപ്പെടണം, എളിമപ്പെടണം എന്ന് പഠിപ്പിക്കുക ഈ പ്രാർത്ഥനയിൽ, റുഹാഷണ പ്രാർത്ഥനയിലൂടെ. അതുകൊണ്ട് ഒത്തിരി ഭയഭക്തിയോടെ, അതുകൊണ്ടാണ് ശുശ്രൂഷയോടെ പ്രാർത്ഥിക്കുന്നത്. നമ്മളതിനെപ്പറ്റി കാണുന്നുണ്ട്. നിശബ്ദരായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിശബ്ദത. ഈ നിശബ്ദത എന്താ? മനസ്സിൽ, ഹൃദയത്തിലൊരു നിശബ്ദത ഉണ്ടാകണം.
വ്യഗ്രതയാകരുത്, ചിന്തകൾ മാറരുത്. നമ്മളിങ്ങനെ സംസാരത്തിൽ അതിങ്ങനെ ചെറുതായിട്ടുള്ള സംസാരങ്ങളോ ഒന്നുമല്ല അവിടെ. നമ്മളവിടെ ഹൃദയത്തിലൊരു എളിമപ്പെടൽ, സംസാരം, ഏകാഗ്രത നമുക്ക് ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുക. അപ്പം അതുകൊണ്ട് ജെറുസലേമിലെ സിറിൾ പറയുന്ന ഇപ്രകാരമാണ്: മിശിഹായുടെ പരിശുദ്ധമായ ശരീരരക്തങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും പൗത്രീകരിച്ച് അത് വസ്തുഭേദം, ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറയും, വരുത്തുന്നത് പരിശുദ്ധാരൂപിയാണ് ഈ അപ്പത്തെ ശരീരമാക്കി മാറ്റുക, ഈ വീഞ്ഞിനെ രക്തമാക്കി മാറ്റുന്നതെന്ന് ജെറുസലേമിലെ വിശുദ്ധ സിറിൾ പറയുകയാണ്. അതും AD 315 ക്രിസ്തുവർഷം. അത് കഴിഞ്ഞ് ആ 315 കാലഘട്ടങ്ങളിൽ ഈ വിശുദ്ധൻ അന്ന് പറഞ്ഞു വെക്കുന്നതാണ് ഈ വിശുദ്ധ സിറിൾ പറയുന്നത്. അങ്ങനെ സഭാപിതാക്കന്മാർ പലരും പറയുന്നത്, ഈ പഠിപ്പിക്കുന്ന രീതി ഇതാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമാണ് പരിശുദ്ധ കുർബാനയിൽ. ഈ പരിശുദ്ധ കുർബാനയിൽ അപ്പത്തെ ശക്തമായൊരു പ്രവർത്തനമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിലും ശക്തമായൊരു പ്രവർത്തനം കുർബാനയിൽ നടത്തും. ഇതാണ്, ഒരു കുർബാന അർപ്പിച്ചിട്ട് സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ, ക്ഷമിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഒരു അനുതാപം തോന്നുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. അപ്പം നമ്മൾ ആ കുർബാന സ്വീകരിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ, ആ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം ആ കുർബാന സന്തോഷത്തർപ്പിച്ചില്ലെങ്കിൽ ഒരു സാധാരണ പ്രാർത്ഥന പോലെ നമുക്ക് അനുഭവപ്പെടും. സാധാരണ പ്രാർത്ഥന പോലെ എന്നും അർപ്പിക്കപ്പെടുന്ന എന്ന് ചൊല്ലിക്കൂട്ടുന്നൊരു പ്രാർത്ഥന പോലെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ അങ്ങ് പോകുന്നവരായി മാറ്റപ്പെടും കുർബാന അർപ്പണങ്ങൾ പലതും. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവ് നമ്മെ കുർബാനയിൽ ഈശോ മിശിഹായിലൂടെ ദൈവമക്കളുടേതായ ആത്മീയ അനുഭവത്തിൽ വളർത്തുകയാണ്. ഒരു ദൈവികമായ ആത്മീയ അനുഭവത്തിൽ നമ്മളെ വളർത്തുന്നു. ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് വിളിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒരു ആത്മീയ അനുഭവവും പിന്നെ ഒരു ദൈവിക ഐക്യവും, ഒരു പിതാവിനെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട്, അതാണ് ഗലാത്യ ലേഖനം 4:6 പറയുന്നത്, അബ്ബാ പിതാവ് എന്ന് വിളിക്കാനൊരു പ്രചോദനം നൽകുകയാണ്. വീണ്ടും പറഞ്ഞു വയ്ക്കുന്നത്, ദൈവാരൂപിയാണ് നാം ദൈവമക്കളാണെന്ന അവബോധം അഭിഷേകമായി നമ്മുടെ ആത്മാവിൽ നിന്ന്. ഈ ദൈവാരൂപിയാണ് നമ്മൾ ദൈവമക്കളാണെന്ന അഭിഷേകം. അതാണ് റോമ 8:15-16 പറയുന്നത്. 8-ാം അധ്യായം 15-16 വാക്യങ്ങൾ പറയുന്നതാണ്, നമ്മൾ ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരാണ്. അബ്ബാ പിതാവ് എന്ന് വിളിക്കാനൊരു പ്രചോദനം നൽകുകയാണ്. അപ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം നമ്മൾ. കാരണം നമ്മൾ സ്വർഗത്തിൻ്റെ ഭാഗമാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സംഗമത്തിലാണ്, അനുഭവത്തിലാണ്, സ്നേഹത്തിലാണ്, ഐക്യത്തിലാണ്. അപ്പോൾ ഈ സ്നേഹത്തിൽ ഐക്യത്തിലായിരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. കമ്പനിയിൽ ജോലി ചെയ്ത് അവിടെ നമുക്ക് നല്ലൊരു ബന്ധമുണ്ടായി കഴിയുമ്പോൾ അവിടുത്തെ അധികാരികളുമായിട്ടും കൂട്ടായ്മകളുമൊക്കെ ആയിട്ട് ഒരു ബന്ധമുണ്ടായി കഴിയുമ്പോൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരു സ്വാതന്ത്ര്യം കടന്നു വരുന്നു, ഒരു ആത്മാർത്ഥത കടന്നു വരുന്നു, പങ്കുവയ്ക്കുന്നവരാകുന്നു, കൊണ്ടു കൊടുക്കുന്നവരാകുന്നു, ഇങ്ങോട്ട് തരുന്നവരാകുന്നു, ഒരു തുറവി അവിടെ ഉണ്ടാകും. അതൊരു സാധാരണമായൊരു കാര്യമല്ലേ? എങ്കിൽ ദൈവവുമായിട്ട് അങ്ങനെ ഒരു ആത്മബന്ധം വളർത്തിക്കഴിഞ്ഞാൽ സ്വർഗവുമായിട്ടൊരു ബന്ധം വന്നു കഴിഞ്ഞാലോ, അത് എല്ലാ പ്രശ്നങ്ങൾക്കും, കമ്പനി എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ അറിയത്തില്ലെങ്കിലും സ്വർഗം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ അറിയാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം തരികയാണ്, നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും നിരാശകൾക്കുമൊക്കെ. പക്ഷേ നമുക്കത് ലഭിക്കപ്പെടാൻ പോകുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ പലപ്പോഴും ഒരു പക്ഷേ നമ്മുടെ പ്രാധാന്യം നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കപ്പെടാൻ വേണ്ടിയിട്ടാണോ, നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റപ്പെടാൻ വേണ്ടിയിട്ടാണോ? ഈ ഒരു ആത്മീയ ഐക്യത്തിലേക്ക്, ഈ സ്വർഗീയ രഹസ്യത്തിൻ്റെ ഐക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കതിനെ നേരിടാനും മനസ്സിലാക്കാനും അതിൻ്റെ ആഴം എന്താണെന്ന്, എവിടെയാണ് പ്രോബ്ലം എന്ന് തിരിച്ചറിയാനൊക്കെ ആയിട്ട് നമുക്ക് സാധ്യമാവുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ചില കാര്യങ്ങൾ ഇതാണ്, ഈശോ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. അതുകൊണ്ട് ഈശോ മിശിഹായുടെ പരിശുദ്ധ ശരീരത്തോട് ഒന്നാകാനും അങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങളായി മാറാനും നമ്മെ പൗത്രീകരിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ഈശോ മിശിഹായുടെ പരിശുദ്ധ ശരീരത്തോട് ഒന്നാകാനും അങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ട് മാറാനും നമ്മെ പവിത്രീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവാണ് ഒന്നാക്കി നമ്മളെ കുടുംബത്തിലെ അംഗത്വമാക്കി മാറ്റുക, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയ്ക്ക്. അതുകൊണ്ട് ശാന്തിയുടെയും വിശുദ്ധിയുടെയും അരൂപി അവിടുന്ന്. അതുകൊണ്ട് ഈ ശാന്തിയുടെ, വിശുദ്ധിയുടെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അരൂപി പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അതുകൊണ്ട് യഥോചിതം പ്രാർത്ഥിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഈ ദൈവാരൂപിയാണ്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും,
ജീവിക്കാൻ പഠിപ്പിക്കും, സ്നേഹിക്കാൻ പഠിപ്പിക്കും, ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ ഈ ഒരു സ്നേഹം നമ്മൾക്ക് ഓരോ നിമിഷവും ഒരുക്കി തന്നുകൊണ്ടേ ഇരിക്കുമെന്ന് അവിടെ ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ ഒരു സ്നേഹവും ഐക്യവും നമുക്ക് ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഓരോ നിമിഷവും ഈ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തെ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമൊക്കെ ഈ ഒരു തരത്തിലാണ് എന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒരു കുടുംബ സംഗമമാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ രക്ഷാകരകർമ്മം ഓരോന്നായി വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുമ്പോൾ പീഡാനുഭവ മരണ ഉത്ഥാനത്തെ അനുസ്മരിച്ച ശേഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ നമ്മൾ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈശോയുടെ എല്ലാ രഹസ്യങ്ങളും ജനന മരണ ജീവിത രഹസ്യ ഉത്ഥാന രഹസ്യങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. കാരണം ഈ രഹസ്യങ്ങളിലൂടെ കടന്നിട്ട് അതെൻ്റെ ജീവിതവുമായിട്ട് ചേർത്ത് വയ്ക്കുക, അനുസ്മരിക്കുക, ഓർമ്മിച്ചിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവേ കടന്നു വരണേ, എന്നെയും ഈ അപ്പത്തെയും ഈ വീഞ്ഞിനെയും അതേപോലെ എന്നെയും വിശുദ്ധീകരിക്കണമേ, ജീവനായി മാറ്റപ്പെടണമേ. ഈ ഒരു ഓർമ്മ, ഈ രഹസ്യം, ക്രിസ്തു രഹസ്യം ഓർത്തെടുത്ത് ഇനി ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജീവിക്കണം, ഇനി ക്രിസ്തുവിൽ നിറഞ്ഞ് ജീവിക്കണം, ഈശോയ്ക്ക് വേണ്ടി മഹത്വപ്പെടുത്തി ജീവിക്കണം എന്നുള്ളൊരു ബോധ്യവും ശക്തിയുമൊക്കെ ഇതാണ് ഇസ്രായേൽ ജനം ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു പെസഹ രഹസ്യത്തിൻ്റെ ആഴം അനുഭവിച്ചുകൊണ്ട് നീങ്ങിയത്. അപ്പം അത്രയും ഒരു ബന്ധം അവർ തമ്മിൽ, അത്രയും ഒരു ബന്ധം ഞാനും തൃത്വവും തമ്മിലുണ്ടാവുകയാണ്. ഇതൊരു കുടുംബ സംഗമമാണ്. ഈ കുടുംബ സംഗമത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. നമുക്കൊരു ദിവ്യകാരുണ്യ അത്ഭുതത്തെ പറ്റി ഒന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. ഒരു ദിവ്യകാരുണ്യ അത്ഭുതം എന്നുള്ളത് ഇപ്രകാരമാണ്. ഇറ്റലിയിലെ മജരാത്തായിൽ നടന്ന സംഭവമാണ്. ഇറ്റലിയിലെ മജരേത്ത എന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ് 1356 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ദിവ്യകാരുണ്യ പട്ടണം എന്ന പേര് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. കാരണം ആദ്യം ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു സമൂഹം അവിടുന്ന് രൂപപ്പെട്ടതാണ്. ഈ ദിവ്യകാരുണ്യ പട്ടണം എന്നാണ് ആ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. എൻ്റെ കാരണം ഇപ്രകാരമാണ്. 1356 ഒരു ബെനഡിക്റ്റൻ സന്യാസിയുടെ ഉടമസ്ഥയിലുള്ള ഒരു വിശുദ്ധ ക്യാതറിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുകയാണ്. ഈ ബെനഡിക്റ്റൻ സന്യാസമൂഹത്തിൻ്റെ ഒരു വൈദികൻ ബലിയർപ്പിക്കുമ്പോൾ കൂദാശ കർമ്മത്തിന് തൊട്ട് മുമ്പ് ഈശോയുടെ യഥാർത്ഥ സ്ഥാനത്തെക്കുറിച്ച് വൈദികൻ ഒരു നിമിഷം സംശയമുണ്ടായി. എന്ന് പറഞ്ഞാൽ അപ്പോൾ കൂദാശ ചെയ്ത തിരുവോസ്തി വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പായി രണ്ടായിട്ട് വിഭജിക്കുമ്പോൾ രണ്ട് ഭാഗത്തു നിന്നും അഗ്രങ്ങളിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. ആ രക്തം ഒഴുകി അദ്ദേഹത്തിൻ്റെ കൈകളൊക്കെ വിറച്ചു. രക്തം കാസയിലും അൾത്താരയുടെ വിരികളിലും ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. ഈ അപ്പം മുറിച്ച് കഴിഞ്ഞ് കുർബാന സ്വീകരണ സമയമായപ്പോഴത്തേക്കും ഈ രക്തം അവിടെ അൾത്താരയിലും അവിടെയൊക്കെ ചുറ്റുപാടും വീഴാൻ തുടങ്ങി. വീണ് കഴിഞ്ഞപ്പോൾ അൾത്താര വിരി രക്തത്താൽ കുതിർന്നു. ഉടനെ തന്നെ അദ്ദേഹം വികാരിയച്ഛനെ അറിയിക്കുകയും മെത്രാനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അത് വിശദമായ പഠനങ്ങൾക്ക് ശേഷം സഭ ഔദ്യോഗികമായിട്ട് ഇതിനെ അംഗീകരിക്കുകയും ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് അംഗീകരിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് അംഗീകരിച്ച് അങ്ങനെ ഒരു തിരുശേഷിപ്പായിട്ട് സൂചിച്ച് അനേകം പേര് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാനും വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനും അതിനോടൊരു താല്പര്യത്തിൽ വസിക്കാനൊക്കെ ആയിട്ട് സാധ്യമാവുകയാണ്. ഇപ്പോൾ വിശുദ്ധ കുർബാനയുടെ ആഴത്തിൽ ഈ ഒരു രഹസ്യത്തിൽ അവിടെ ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ആ ഒരു വൈദികനിലൂടെ ഒരു കൂട്ടായ്മയെ രൂപപ്പെടുത്തി ആ ഒരു രഹസ്യത്തിലേക്ക് ഒന്നിപ്പിച്ചപ്പോൾ അനേകം പേര് ആ രഹസ്യത്തിലേക്ക് കടന്നു വരികയാണ്. അനേകം പേര് ആ രഹസ്യത്തിലേക്ക് കടന്നു വന്നതിൻ്റെ പ്രാധാന്യം, രഹസ്യത്തിൻ്റെ ആഴം, അതിൻ്റെ അഗ്രങ്ങളിൽ നിന്ന് രക്തം ഉറ്റിറ്റ് വീഴാൻ തുടങ്ങി ആ തുണി ബലിപീഠം മുഴുവൻ നിറയുകയാണ്. സഭ പലപ്പോഴായിട്ട് പല വർഷങ്ങളായിട്ട് പല ഡോക്ടേഴ്സും ഒക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോഴും പറഞ്ഞതാണ്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരം, രക്തം എന്നത് സ്ഥാപിക്കപ്പെടുകയാണ്, കണ്ടെത്തുകയാണ്. അന്ന് നടന്ന ഒരു അനുസ്മരണം ഇന്ന് അത് യാഥാർത്ഥ്യമാണത് ഇന്നും. അപ്പോൾ ഈ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്ന, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ യാഥാർത്ഥ്യത്തോടെ നിൽക്കുന്ന ഈ അനുഭവം എൻ്റെ ജീവിതത്തെയും അത് ദൈവം രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു രൂപാന്തരീകരണം നമുക്ക് സാധ്യമാകട്ടെ. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കാരണം ഈശോ ഒത്തിരിയേറെ നമ്മളുടെ ജീവിതത്തിലൂടെ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്ന സമയങ്ങളാണ്. ആ സമയത്തെ ഏറ്റവും വിശുദ്ധമാകാനും സ്നേഹിക്കാനുമൊക്കെ ആയിട്ട് സാധ്യമാകട്ടെ. ഈശോ നിങ്ങളെല്ലാം പ്രത്യേകമായിട്ട്
ഈ ദിവസം അനുഗ്രഹിക്കട്ടെ.